അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റമളാൻ ഇന്ന് 5-ാമത്തെ രാവാണ്. 4 നോമ്പുകൾ നമ്മൾ വിട പറഞ്ഞു പോയി. അല്ലാഹു തആല ഇതുവരേക്കും ഒറ്റ നോമ്പുകൾ സ്വീകരിക്കുമാരാകട്ടെ. ഇനിയുള്ള നാളുകളിൽ നല്ല ഇഖ്ലാസോട് കൂടെ തന്നെ നോമ്പനുഷ്ഠിക്കാനും എല്ലാ ഹറാമിൽ നിന്നും നമ്മുടെ ചെവിയും നമ്മുടെ കണ്ണും നമ്മുടെ ഓരോ അവയവങ്ങളും സൂക്ഷിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയുള്ള നാളുകളിൽ ആരെയും വേദനിപ്പിക്കാതെ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ആദ്യം നമുക്ക് പൊരുത്തം ചോദിച്ച് ഇനിയുള്ള നാളുകളിൽ ആരെയും വേദനിപ്പിക്കാതെ ആരെയും നോവിക്കാതെ ജീവിക്കാനുള്ളൊരു തീരുമാനം ഞാനും നിങ്ങളും എടുക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു തആല നമുക്ക് ഇനിയുള്ള ജീവിതം അവന്റെ തൃപ്തിയിലായി ജീവിച്ച് ഈമാനോട് മരിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. പരിശുദ്ധ റമളാൻ നമുക്ക് വേണ്ടി പരലോകത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും റബ്ബ് ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കിന്ന് ചൊല്ലാനുള്ള അതിമഹത്തായ അല്ലാഹുവിന്റെ ഫത്താഹി എന്ന ഇസ്മിന്റെ അർത്ഥം തന്നെ മഹാന്മാർ അർത്ഥം വെച്ചത് വിജയങ്ങളുടെ നിധിക്കട്ടകൾ തുറന്നു തരുന്നവൻ എന്ന അർത്ഥം വരുന്ന ഈ ഫത്താഹി എന്ന ഇസ്മു ഒരാൾക്ക് 71 തവണ വീതം ചൊല്ലാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലാഹു തആല അവന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കും. അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കും. അവനിക്ക് നല്ല വിജയങ്ങളുടെ കവാടം അല്ലാഹു തആല തുറന്നിട്ട് കൊടുക്കും. സാമ്പത്തികമായ നല്ല അഭിവൃദ്ധി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു നാമമാണ് ഫത്താഹി എന്ന ഇസ്മു. എല്ലാവരും എൻ്റെ കൂടെ 71 തവണ മഹാന്മാർ പഠിപ്പിച്ച ആ ഒരു അദദിൽ തന്നെ എല്ലാവരും കൂടെ ഏറ്റുചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. يا فتاح يا الله 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 يا فتاح يا الله
يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കനി പരിശുദ്ധ റമദാനിലെ 30 നാളുകളിൽ ഓരോ നാളുകൾ ധാരാളമായി അധികരിപ്പിക്കേണ്ട അതിമഹത്തായ ദിക്റാണ് നമുക്കനി ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ നല്ല ഇഖ്ലാസോടെ തന്നെ 33 തവണ വീതം ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله
وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കിനി പരിശുദ്ധ റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ അല്ലാഹുവിനോട് നിരന്തരം ധാരാളമായി റഹ്മത്ത് ചോദിക്കേണ്ട അതിമഹത്തായ 10 ആദ്യ 10 ദിനം. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചാൽ മാത്രമാണ് നമുക്കിവിടെ എല്ലാം നമുക്ക് ലഭിക്കുക. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മെ അള്ളാഹു തആല മുസ്ലിമാക്കിയത്, നമുക്ക് അവയവങ്ങൾ തന്നത്, അതിന് ശേഷി തന്നത് അള്ളാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. ഇവിടെ എല്ലാവർക്കും, ഇവിടെ അഹങ്കാരികൾക്കും, ഇവിടെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കും എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്ന റഹ്മാനായ റബ്ബ് പരലോകത്ത് അവനെ ദുനിയാവിൽ വേണ്ടതുപോലെ പേടിച്ച് നടന്നവർക്ക് മാത്രമാണ് പരലോകത്ത് അള്ളാഹു തആല റഹ്മത്ത് ചെയ്യുന്നത്. റഹീം. അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം. അവന്റെ റഹ്മത്ത് ലഭിച്ചിട്ടല്ലാതെ നമുക്കൊരു വിജയവുമില്ല. എല്ലാം മനസ്സിൽ കരുതി അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം. എല്ലാം നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരും എൻ്റെ കൂടെ 33 തവണ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين
اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കിനി ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാർ 33 തവണ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക. റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ എല്ലാ പാവങ്ങൾ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും എല്ലാ പാവങ്ങൾ റബ്ബ് പുറത്തു തരണം. ഇനിയുള്ള ജീവിതം നല്ല ജീവിതം നമുക്ക് ലഭിക്കണം. സംശുദ്ധമായ ജീവിതം, നല്ല സ്വഭാവത്തോടുള്ള ജീവിതം നമുക്ക് ലഭിക്കണം എന്നെല്ലാം നിയത്ത് വെച്ച് നല്ല രൂപത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കിനി തഹ്ലീൽ 33 തവണ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക. അല്ലാഹുവിൻ്റെ ഈ മഹത്തായ ഒരു നാമം ഒരാൾക്ക് ദിവസവും ചൊല്ലാൻ കഴിഞ്ഞാൽ അദ്ദേഹം പരലോകത്ത് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നതായിരിക്കും. അത്രയും മഹത്വത്തോടു കൂടെയാണ് അല്ലാഹു തആല അവനെ സ്വീകരിക്കുന്നത് പരലോകത്ത്. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. لا إله إلا الله 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 لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കിനി സ്വലാത്തു സആദ ചൊല്ലണം. എല്ലാവരും എൻ്റെ കൂടെ സ്വലാത്തു സആദ ഏറ്റു ചൊല്ലുക. വിജയത്തിന്റെ സ്വലാത്താണ്, വിജയിക്കാനുള്ള സ്വലാത്താണ്. ഒരാൾക്ക് രണ്ട് ലോകത്തും വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്വലാത്ത് പതിവാക്കണം. അത്രയും മഹത്വമുള്ള വണ്ണമായൊരു സ്വലാത്താണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്തു ചൊല്ലിയ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ സ്വലാത്ത് എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീതം ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കിനി സ്വലാത്തുൽ കമാലിയ ചൊല്ലണം. എല്ലാവരും കൂടെ 11 തവണ വീതം സ്വലാത്തുൽ കമാലിയ ഏറ്റു ചൊല്ലുക. ഒറ്റ സ്വലാത്ത് ചൊല്ലുമ്പോൾ 14 കോടി സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ മഹത്വം എത്രയായിരിക്കും. ഈ സ്വലാത്തിനുള്ള മഹത്വം ഈ സ്വലാത്തിനെ മഹാന്മാർ ഏറ്റു ചൊല്ലിയതായിരുന്നു. അവർ ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 10ഉം അതല്ലാത്ത സമയങ്ങളിൽ 100ഉം അതിനേക്കാളേറെ അവർ പതിവാക്കിയത് മഹത്തായൊരു സ്വലാത്താണ്. എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീതം ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله.
اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കിനി നാരിയത്തു സ്വലാത്ത് 11 തവണ വരുന്നു ചൊല്ലണം. എല്ലാവരും കൂടെ 11 തവണ വരുന്നു നാരിയത്തു സ്വലാത്ത് ചൊല്ലുക. നമ്മുടെ മനസ്സിലുള്ള സർവ്വ മുറാദും അല്ലാഹു തആല ഹാസിലാക്കി തരാൻ അതിമഹത്തായ ഒരു സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. എല്ലാവരും 11 തവണ വീതം കൂടെ ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. നാം ഓതിയ ഖുർആനോത്തുകൾ, സ്വലാത്തുകൾ, ദിക്റുകൾ, തഹ്ലീലുകൾ, ഇസ്തിഗ്ഫാറുകൾ എല്ലാം നീ കബൂൽ ചെയ്യണം അല്ലാഹ്. എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ബഹുമാനികൾ എല്ലാവരും നല്ല ഇഖ്ലാസോടെ തന്നെ ആമീൻ ചൊല്ലുക, ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار يا راج سيدا يا صمدا يا തമ്പുരാനെ, പടച്ച റബ്ബേ, നാം ചൊല്ലിയ ദിക്റും സ്വലാത്തുകൾ, തഹ്ലീലുകൾ, ഇസ്തിഗ്ഫാറുകൾ, ഖുർആനോത്ത് എല്ലാം നീ കബൂൽ ചെയ്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. അവിടുത്തെ മാതാപിതാക്കള്, ഭാര്യന്മാർ, മക്കള്, പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാം ചിതാതീങ്ങളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. എല്ലാ അംബിയ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. അല്ലാഹ്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെ സ്വലാത്തും ദിക്റുകൾ ചൊല്ലുന്ന പാവപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ പാവങ്ങളായ സഹോദരന്മാർ, സഹോദരിമാരായ പലസ്തീനിലുള്ള, ഗസയിലുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് നീ സന്തോഷം നൽകണമല്ലോ, സമാധാനം നൽകണമല്ലോ. കൂട്ടത്തിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് ചൊല്ലിയ മഹത്വങ്ങൾ നീ എത്തിച്ചു കൊടുക്കണമല്ലോ. നീ ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കണമല്ലോ. നീ സ്വർഗത്തിൽ ഉന്നതമായ
പദവി കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹ് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മത്തുൽ ആലമീനായ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ചൊല്ലിയ ദിക്റും സ്വലാത്തും തഹ്ലീലിന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ഭാര്യ മക്കൾ, കുടുംബക്കാർ, അയൽവാസികൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, കൂടെ ദിക്റും സ്വലാത്ത് ചൊല്ലുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ഏൽപ്പിച്ചവർ, അല്ലാഹ് എല്ലാവരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ പാപങ്ങൾ നീ പുറത്തു തരണമല്ലാ. സർവദോഷങ്ങൾ നീ പുറത്തു തരണമല്ലാ. എല്ലാ പാപങ്ങൾ പുറത്തു തരണമല്ലാ. എല്ലാ ദോഷങ്ങൾ റമളാൻ മാസത്തിൽ നിന്നിലേക്ക് നീട്ടുന്ന കരങ്ങൾ നീ തട്ടിക്കളയല്ല. എല്ലാ പാപങ്ങൾ നീ പുറത്തു തരണമല്ലാ. നമ്മുടെ മനസ്സ് നന്നാക്കണമല്ല. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സ് നന്നാക്കണമല്ല. നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ റഹ്മത്തുൽ ആലമീനായ മുത്തായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ആരോടും വെറുപ്പ് തരല്ലയല്ല, ഹസദ് തരല്ലയല്ല, കിബർ തരല്ലയല്ല, ഫിത്നയുടെ മനസ്സ് തരല്ലയല്ല, ഗീബത്ത് നമീമത്ത് പറയുന്നവരാക്കല്ലയല്ല, മറ്റുള്ളവന്റെ ഉയർച്ചയിൽ അസൂയ വെക്കുന്നവരാക്കല്ലയല്ല, ഗീബത്ത് പറയുന്നവരാക്കല്ലയല്ല, ഫിത്നക്കാരാക്കല്ലയല്ല. നല്ല സ്വഭാവം തന്ന്, നല്ല മനസ്സ് തന്ന്, നല്ല ജീവിതം തന്ന്, ധാരാളം നിഅമത്തുകൾ അല്ലാഹ് ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. തഖ്വ നൽകണമല്ലോ, ഭയഭക്തി നൽകണമല്ലോ, ഇഖ്ലാസ് നൽകണമല്ലോ, ഈമാൻ നൽകണമല്ലോ, വറഅ് നൽകണമല്ലോ, തവാദുഅ നൽകണമല്ലോ, വിനയത്തോടെ ജീവിക്കുന്നവരാക്കണമല്ലോ. അല്ലാഹുവേ മനസ്സ് നന്നാക്കണമല്ലോ, ഖൽബ് ശുദ്ധിയാക്കണമല്ലോ, ഹസ്നുൽ ഖൽഖ് നൽകണമല്ലോ, റഹ്മത്തിന്റെ മനസ്സ് നൽകണമല്ലോ, കരുണയുടെ മനസ്സ് നൽകണമല്ലോ. അല്ലാഹുവേ നിന്നോടും നിന്റെ അടിമകളോടുള്ള എല്ലാ കടപാടുകൾ നമുക്ക് അതിന്റെ ക്രമപ്രകാരം നമുക്ക് നിർവഹിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണമല്ല. നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, ചൊല്ലുന്ന ദിക്റുകൾ എല്ലാത്തിലും നമുക്ക് ഇഖ്ലാസ് നൽകണമല്ല. നല്ല അദബോടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലാൻ, മദ്ഹ് ഓതാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ ജീവിതം നന്നാക്കണമല്ലോ. റമളാൻ തീരുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് നന്നാക്കണം റഹ്മാൻ. നല്ല മനസ്സിന്റെ ഉടമകളാക്കണമല്ലോ. നല്ല സ്വഭാവത്തോടെ, ആരോടും വെറുപ്പില്ലാതെ, ആരെയും നോവിക്കാതെ ജീവിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. നമ്മെ നാമാക്കിയ മാതാപിതാക്കൾ, ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണം റഹ്മാനെ. നൽകണമല്ലോ. അവർക്ക് നീ ബറക്കത്ത് നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, നീ റാഹത്ത് നൽകണമല്ലോ. അവർക്കുള്ള എല്ലാ ക്ഷീണങ്ങൾ നീ മാറ്റിക്കൊടുക്കണമല്ലോ, സന്തോഷം നൽകണം റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ മനസ്സ് നീ ശുദ്ധിയാക്കി തന്ന് നമ്മുടെ മനസ്സിൽ ഈമാന് നിറച്ചു തരണം റഹ്മാനെ. തഖ്വ നിറച്ചു തരണം അല്ലാഹ്. മുത്തായ തങ്ങളോടുള്ള ഹബ്ബ് നിറച്ചു തരണം റഹ്മാനെ. ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ല. ധാരാളം ദിക്റുകൾ, ഖുർആൻ ഓത്ത് നടത്താൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ല. പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിച്ചവരെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തണമല്ല. നമുക്ക് വേണ്ടി പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം അല്ലാഹ്. നമ്മെ ചേർക്കണം റഹ്മാനെ. റബ്ബേ നമുക്ക് വിരുദ്ധമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ റമളാൻ ആക്കല്ലേ അല്ലാഹ്. നമ്മെ തൊട്ട് റമളാൻ തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നീ നമുക്ക് ഇനി മുതൽ തരണം റഹ്മാനെ. അല്ലാഹ് പരിശുദ്ധ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. നമ്മെ ചേർക്കണം അല്ലാഹ്.
വീടില്ലാതെ വിഷമം പറഞ്ഞവർക്ക് നല്ല വീട് നൽകണമല്ല. ഖൈറായ നല്ല ബറക്കത്തുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള നല്ല വീട് നൽകണമല്ല. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ല. ഉള്ള ജോലിയിൽ നീ ബറക്കത്തും അഭിവൃദ്ധിയും സന്തോഷവും നൽകണമല്ല. റാഹത്ത് നൽകണമല്ല. മനസ്സിന് സമാധാനം നൽകണമല്ല. മനസ്സമാധാനം നൽകണമല്ല. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് തീർക്കാനുള്ള വഴി നീ തുറന്നു കൊടുക്കണമല്ല. തുറന്നു കൊടുക്കണമല്ല. സാമ്പത്തിക ശേഷി നൽകണമല്ല. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ല. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ, ദാക്കിരീങ്ങളിൽ, ഷാക്കിരീങ്ങളിൽ, ആശിക്കീങ്ങളിൽ, മാതിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഹാഫിളീങ്ങളിൽ പെടുത്തണമല്ലോ. വിവാഹപ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കളുണ്ട്. അനുയോജ്യതകൾ കൊടുത്ത് സന്തോഷമുള്ള ജീവിതം കൊടുത്തനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ആജിലായ തഹമായ ശിഫ നൽകണമല്ല. പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. താമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഇത്തരത്തിലുള്ള രോഗാണുക്കളെ കൊണ്ട്, ഇത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഓരോരുത്തർക്കും അല്ലാഹ് അജിലായ ശിഫ നൽകണമല്ല. ക്യാൻസർ ആണെന്ന് പറഞ്ഞു, സർജറി ഉണ്ടെന്ന് പറഞ്ഞു, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. നീ അജിലായ ശിഫ നൽകല്ലാ. സർജറി എല്ലാം നീ സക്സസ് ആക്കണമല്ലോ. അവരുടെ ശരീരത്തിലുള്ള എല്ലാ ക്യാൻസറിന്റെ അണുക്കളെ നീ നശിപ്പിച്ചു കളയണം റഹ്മാൻ. മറ്റു എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ അവർക്കെല്ലാം ആജിലായ താമായ ശിഫ നൽകണം റഹ്മാനെ. എന്നേക്കുമുള്ള ശിഫ നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണമല്ലോ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ, കീരിമുറിക്കേണ്ട മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. കാത്തു രക്ഷിക്കണം റഹ്മാനെ. നമുക്കുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലായി മാറ്റിത്തന്നു. മരിക്കുന്ന സമയത്ത് ഈമാനോടെ പരിശുദ്ധ മദീനയിൽ വെച്ച് ധാരാളം സ്വലാത്തും സലാമും ചൊല്ലി ഹബീബായ തങ്ങളുടെ ലംഘുന്ന വജ്ഹൊന്ന് കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. തൗഫീഖ് നൽകണമല്ലോ. തൗഫീഖ് നൽകണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميل.